الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد من سورة هود 13-ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم يقولون افتراه قل فأتوا بعشر سور مثله مفتريات وادعوا من استطعتم من دون الله إن كنتم صادقين. അം യഖൂലൂന, അതോ അവർ ആവശ്യപ്പെടുകയാണോ, അതോ അവർ പറയുകയാണോ, ഇഫ്തറാഹു, അതിനെ ഖുർആനിനെ അദ്ദേഹം കൃത്രിമമായി ചമച്ചുണ്ടാക്കിയതാണ് എന്ന്. ഖുൽ, നബിയെ അങ്ങ് അവരോട് പറയുക, ഫഅ്തു, എങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക, ബിഅശ്രി സുവരിൻ മിസ്ലി, അതിന് തുല്യമായ 10 വചനങ്ങളെ, 10 സൂറകളെ, 10 അധ്യായങ്ങളെ, മുഫ്തറയാത്തിൻ, കൃത്രിമമായി ചമച്ച നിലയിൽ. വദ്ഉ, നിങ്ങൾ വിളിക്കുക, മനിസ്തതഅ്തും, നിങ്ങൾക്ക് സാധിക്കുന്നവരെ, മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ, ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാർ ആണെങ്കിൽ. ഒന്നുകൂടെ അർത്ഥം പറയാം. അം, അതോ, യഖൂലൂന, അവർ പറയുകയാണോ, യഖൂലൂന അവർ പറയുന്നു, അന്ന് വരുമ്പോൾ ചോദ്യമാണ്, അം യഖൂലൂന അവർ പറയുകയാണോ, ഇഫ്തറാഹു, ഇതിനെ അദ്ദേഹം കൃത്രിമമായി ചമച്ചുണ്ടാക്കിയതാണ്, അഥവാ സ്വന്തം വകയാണ്, സ്വന്തം നിർമ്മിതിയാണ്. അതായത് ഖുർആൻ മുഹമ്മദ് നബിൻ്റെ സ്വന്തം വകയാണ്, എന്നിട്ട് അള്ളാഹു ഇറക്കിത്തന്നതാണെന്ന വ്യാജേന നമ്മളോട് പറയുകയാണ് എന്നതാണോ അവരുടെ വാദം എങ്കിൽ, ഖുൽ, അങ്ങ് അവരോട് പറയണം, ഫഅ്തു ബിഅശ്രി സുവരിൻ മിസ്ലി, ഇതുപോലെയുള്ള ഒരു 10 സൂറത്ത്, ഒരു 10 അധ്യായം, 114 എണ്ണമൊന്നും വേണ്ട, ഒരു 10 അധ്യായം, അല്ലെങ്കിൽ ഇതുവരെ ഇറക്കിയ അത്ര എണ്ണം വേണ്ട, 10 അധ്യായം നിങ്ങളൊന്ന് കൊണ്ടുവരുവിൻ, മുഫ്തറയാത്തിന്, ഇതുപോലെ നിർമ്മിച്ചുകൊണ്ട്. വദ്ഉ മൻ ഇസ്തതഅ്തും മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് സാധ്യമായ എല്ലാവരെയും വിളിക്കാം, കവികളെ, സാഹിത്യകാരന്മാരെ, മാരണക്കാരെ ഒക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ശ്രമം നടത്താം. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. കഴിഞ്ഞ സൂക്തത്തിൽ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കാര്യങ്ങൾക്ക് ആവശ്യപ്പെട്ടതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നബിക്ക് ഫണ്ട് ലഭിക്കുക, അല്ലെങ്കിൽ വലിയ ഖജനാവ്, നിധി ലഭിക്കുക, അല്ലെങ്കിൽ ഒരു മലക്കുണ്ടാവുക. ഇതൊക്കെ എന്തിനാ അവർ പറയണത്? ഖുർആൻ സത്യമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാകണം. ഒന്നുകിൽ താങ്കൾ വലിയ ധനാഢ്യനാകണം, പണക്കാരോടൊരു വിധേയത്വം ഉണ്ടാവുമല്ലോ, അത് മനുഷ്യ സഹജമായൊരു വികാരമാണ്. നല്ല ധനാഢ്യരായ ആൾക്കാരോട് ഒരു വിനീതഭാവവും ഒരു വിധേയത്വവും. അപ്പോൾ മുഹമ്മദ് നബിൻ്റെ അടുക്കൽ യഥേഷ്ടം ഫണ്ട് വിനിയോഗിക്കാനുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നാൽ സാമ്പത്തികമായി വലിയ മെച്ചമുണ്ടാകും എന്നൊക്കെ വിചാരിക്കാം. താങ്കളുടെ ആ സമ്പത്ത് കണ്ടിട്ട് അതിലോടാർത്തി പൂണ്ടിട്ടും ആൾക്കാർ വരാം. അങ്ങനെ താങ്കളൊരു വലിയ സമ്പന്നനാണെങ്കിൽ താങ്കൾക്ക് അല്പം കൂടെ സ്വാധീനം ചെലുത്താൻ കഴിയും. അതെന്താ ഉണ്ടാവാത്തത്? അല്ലെങ്കിൽ ഒരു മലക്ക് താങ്കളുടെ കൂടെ ഉണ്ടാകണം, ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു മലക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. ഇതൊക്കെ അവരാവശ്യപ്പെടുന്നത് എന്തിന്? ഇത് മാത്രമല്ല കേട്ടോ, സൂറത്ത് ഇസ്രായേൽ 88 മുതൽക്ക് നമ്മൾ പറഞ്ഞു. അത് അല്ല, സൂറത്ത് ഇസ്രായേൽ 90 മുതൽക്ക് 90, 91, 92, 93 സൂക്തങ്ങൾ നോക്കിയാൽ ബാക്കി നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ എന്തിനാ പോലെ ആവശ്യപ്പെടുന്നത്? ഈ ഖുർആൻ അംഗീകരിക്കാനല്ല, അംഗീകരിക്കാതിരിക്കാൻ. അവർക്കറിയാം ഇതൊന്നും നടക്കണ കാര്യമല്ല എന്ന് അവർക്കറിയാം. അപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ വേണ്ടിയല്ല, വിശ്വസിക്കാതിരിക്കുന്നതിനുള്ള ന്യായമുണ്ടാക്കുക. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ദിവ്യ കഴിവുകളൊന്നും അദ്ദേഹത്തിനില്ല എന്ന്
അദ്ദേഹത്തിന് ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രതിയോഗികൾക്കും ഉണ്ട്. എന്നിട്ട് അവർ പറയുക, ഈ ഖുർആൻ ഇങ്ങനെയൊന്നും സാധിക്കാത്തത് കൊണ്ട്, ഇങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ട് ഈ ഖുർആൻ അള്ളാഹു തന്നതല്ല. ഖുർആൻ അള്ളാഹു തന്നതാണെങ്കിൽ അള്ളാഹുക്കൊരു മലക്കുകളിൽ തരാമല്ലോ. ഖുർആൻ അള്ളാഹു തന്നതാണെങ്കിൽ അള്ളാഹുവിന് ഒരു ഖജനാവ് നൽകാമല്ലോ അങ്ങേക്ക്, യഥേഷ്ടം വിനിയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഖുർആൻ അള്ളാഹു തന്നതല്ല, അതുകൊണ്ടാണ് മറ്റൊന്നും സാധിക്കാത്തത്. അപ്പോൾ അള്ളാഹ് അവരോട് ഒരു വെല്ലുവിളി നടത്തും. അത് നമ്മൾ സൂറത്ത് അൽ-ബഖറയിലും പഠിച്ചിട്ടുണ്ട്. സൂറത്ത് അൽ-ബഖറയിൽ 23-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? അം യഖൂലൂന ഇഫ്തറാഹു, ഇത് അദ്ദേഹത്തിൻ്റെ വകയായി ചമച്ചുണ്ടാക്കിയതാണ്, രചിച്ചുണ്ടാക്കിയതാണ് എന്നാണോ അവരുടെ വാദമെങ്കിൽ, അദ്ദേഹം ഒരു മനുഷ്യനാണോ, സാഹിത്യം അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അതാണ് നിങ്ങൾക്കും പറ്റൂല അങ്ങനെ ഒരു സംഗതി ചെയ്യൽ. അതാണ് കുൽ, അങ്ങ് പറയണം, ഫഅ്തു ബി അശരി സുവരി മിസ്ലിഹി, ഇതുപോലെയുള്ള 10 സൂറ, 10 അധ്യായങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ. മുഹമ്മദ് നബിക്ക് സാധ്യമാകുമെങ്കിൽ അദ്ദേഹം ഒരു വ്യക്തിയാണ്, നിങ്ങളൊരു സമൂഹമാണ്. നിങ്ങളുടെ സമൂഹത്തിലാവട്ടെ പേര് കേട്ട ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട്, ഒരുപാട് സാഹിത്യകാരന്മാർ, ലോകപ്രശസ്ത സാഹിത്യ രചനകൾ നടത്തിയവർ അവരിലുണ്ട്. സബുഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്നത് സാഹിത്യ ലോകത്ത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന സാഹിത്യ കൃതികളാണ്. കഅബയിൽ കെട്ടിത്തൂക്കിയിരിക്കുകയായിരുന്നു അതിൻ്റെ മേന്മ കൊണ്ട്. 7 കവിതാ സമാഹാരങ്ങൾ, 7 വ്യത്യസ്ത വ്യക്തികൾ രചിച്ച 7 കവിതാ സമാഹാരം. സബുഉൽ മുഅല്ലഖാത്ത്, മുഅല്ലഖാത്താണ് അതിനെ കെട്ടിത്തൂക്കിയത്. ഇത്രയും പ്രധാനപ്പെട്ട രചനകൾ. പിന്നെ നിമിഷ കവികൾ എന്ന് പറഞ്ഞാൽ നിമിഷ കവി, വളരെ പ്രാസമൊപ്പിച്ച് അവർ കവിതകൾ ചൊല്ലും. ഇങ്ങനെയൊക്കെ കഴിവുള്ള ആൾക്കാർ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ മുഹമ്മദ് നബി ഖുർആൻ ഒറ്റക്ക് നിർമ്മിച്ച് നിങ്ങളെ കേൾപ്പിക്കുക എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾക്കൊരു 10 സൂറെങ്കിലും ഒരു വെല്ലുവിളിയാണ്, അതൊരു വെല്ലുവിളിയാണ്. ഫഅ്തു ബിഅശരി സുവരി മിസ്ലിഹി, സൂറത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സുവർ. അശർ പറഞ്ഞ 10 നമുക്കറിയാമല്ലോ. ഇതുപോലെയുള്ള മിസ്ലിഹിനെ പോലെ എന്നാണ്. മിസ്ലിഹി പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു 10 സൂറകൾ, 10 അധ്യായം നിങ്ങൾ രചിച്ചു കൊണ്ടുവരും. മുഫ്തറയാത്ത്, ഇഫ്തറാനെ കൃത്രിമമായി നേരത്തെ വന്നില്ല, ഇഫ്തറ അതിനുണ്ടായ വാക്കാണ് മുഫ്തറയാത്തിൽ. കൃത്രിമമായി ചമക്കപ്പെട്ട വിധത്തിൽ ഒരു 10 അധ്യായങ്ങൾ നിങ്ങൾ രചിച്ചു കൊണ്ടുവരിക. നിങ്ങൾക്ക് സാധ്യമല്ല, അറബി ഭാഷ നിങ്ങൾക്കറിയാം, സാഹിത്യം നിങ്ങൾക്കറിയാം, രചന നിങ്ങൾക്കറിയാം. എന്നിട്ട് അതുമാത്രമല്ല, വദ്ഉ മൻ ഇസ്തതഅതും മിൻ ദൂനില്ലാ, അള്ളാഹു അല്ലാത്ത ആരെയും നിങ്ങൾക്ക് സഹായത്തിന് വിളിക്കാം, ആരെയും വിളിക്കാം. നിങ്ങളുടെ പൂജാരിമാരോ നിങ്ങളുടെ ബിംബങ്ങളുടെ പരികർമ്മികളോ അവരൊക്കെ വിളിച്ചുകൊണ്ട് 10 സൂറ മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ പറയുന്ന വിഷയത്തിൽ അത് സത്യസന്ധമാണെങ്കിൽ, മനസ്സിൽ തട്ടിയുള്ളതാണെങ്കിൽ, നിങ്ങളുടെ ഈ നിലപാടിൽ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് മുഹമ്മദ് നബിയെ പരാജയപ്പെടുത്താൻ ആരോപണങ്ങൾ ഉന്നയിക്കാനല്ല. അത് എല്ലാവർക്കും കഴിയുമല്ലോ എന്ന് പറയും. മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണെങ്കിൽ എല്ലാവർക്കും പറ്റുമല്ലോ. അതേമാതിരി ഒരു ശ്രമം നടത്തി നോക്കൂ എന്നൊരു വെല്ലുവിളിയാണിത്. നമുക്ക് സൂറത്ത് അൽ-ബഖറയിൽ 23-ാമത്തെ ആയത്ത് നമ്മളെപ്പോഴും കേൾക്കുന്നതാണത്. അപ്പോൾ നമ്മളിവിടെ ഇമാമൊക്കെ ഓതാറുണ്ട് എല്ലായ്പ്പോഴും. 23-ാമത്തെ ആയത്തും കൂടി ഒന്ന് അർത്ഥം പറഞ്ഞാൽ അതിൻ്റെ കൂടെ 4-ാമത്തെ പേജിൽ തന്നെ ഉണ്ട്, മുസാഫിൻ്റെ 4-ാമത്തെ പേജിൽ എന്താ പറഞ്ഞത്? വ ഇൻ കുൻതും ഫീ റൈബിൻ, താഴേന്ന് 2-ാമത്തെ ആയത്ത്, വ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നാം നമ്മുടെ അടിമക്ക് ഇറക്കിയതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഫഅ്തു ബി സൂറത്തിൻ മിൻ മിസ്ലിഹി, 10 ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ എത്ര വന്നു? ഒരെണ്ണം, ഒരധ്യായം നിങ്ങൾ കൊണ്ടുവരിക. വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് സാക്ഷിയാകുന്ന നിങ്ങളുടെ സഹായികളെ. ശുഹദാഅനെ യഥാർത്ഥത്തിൽ വാക്കത്തും സാക്ഷി, നിങ്ങളുടെ ഈ വാദങ്ങൾക്ക് സാക്ഷിയായി നിങ്ങളുടെ കൂടെയുള്ള വലിയ സാഹിത്യ കേമന്മാരെ, കേസരിമാരെ നിങ്ങൾ കൂടെ കൂട്ടിക്കോളി. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന വാദം മനസ്സിൽ തട്ടിയുള്ളതാണ്, നിങ്ങളുടെ നിലപാട് സത്യമാണ് എന്ന അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒരു സൂറ സാധിക്കുമോ? അതേമാതിരി സൂറത്ത് യൂനുസിൽ 38-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതുപോലെയുള്ള ഖുർആൻ നിങ്ങൾ നിർമ്മിക്കുവാൻ ഇതുപോലെയുള്ളൊരു ഖുർആൻ നിങ്ങൾ. തൊട്ട മുമ്പത്തെ സൂറല്ലേ സൂറത്ത് യൂനുസ്, അതിൽ നമ്മളത് പഠിച്ചതാണ്. പേജ് 213. അം യഖൂലൂന ഇഫ്തറാഹു,
അവിടെയും ഒരു സൂറ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അം യഖൂലൂന ഇഫ്തറാഹു, ഇനി അവർ ഇതിനെ നബി കൃത്രിമമായി ചമച്ചുണ്ടാക്കിയതാണ് എന്ന് പറയുന്നുവെങ്കിൽ ഫഅ്തു ബി സൂറത്തിൻ മിൻ മിസ്ലി, അൽ ബഖറി പറഞ്ഞ മാതിരി തന്നെ. അത് അൽ ബഖറിയിലും ബി സൂറത്തിൻ മിൻ മിസ്ലി, ഇവിടെയും ബി സൂറത്തിൻ മിൻ മിസ്ലി, ഇതുപോലെയുള്ളൊരു സൂറ നിങ്ങൾ കൊണ്ടുവരുവിൻ. വദ്ഉ മൻ ഇസ്തതഅതും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. അതിനിപ്പോൾ നമ്മൾ പഠിച്ചത് വദ്ഉ മൻ ഇസ്തതഅതും മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ വേറെ ആരെയും നിങ്ങൾക്ക് വിളിക്കാം. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. ഏകദേശം ഇവിടെ ബി സൂറത്തിൽ നിന്നാണ് ഇവിടെ ബി അശരി സോറി. അതുപോലെ സൂറത്ത് തൂറിലും വന്നിട്ട് ഇതുപോലെ ഒരു ഖുർആൻ നിങ്ങൾക്ക് സാധ്യമാകുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ അള്ളാഹു ഈ നടത്തിയിട്ടുള്ള വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നതാണ്. ഇങ്ങനെ കുറേ വാചകങ്ങൾ എന്തെങ്കിലും പറയുക എന്നുള്ളതല്ല. അതില്ലാ ഭാഷ അറിഞ്ഞ ആൾക്കാരും കുറേ വാചകങ്ങളാണ് പറയുക. ഇതുപോലെ അർത്ഥപുഷ്ടിയുള്ള, മനുഷ്യരുടെ മനസ്സിലേക്ക് തുളച്ച് കയറുന്ന, മനുഷ്യനെ ആസകലം പരിവർത്തിപ്പിക്കുന്ന, ആശയഗാംഭീര്യമുള്ള, ശബ്ദ സൗകുമാര്യമുള്ള, പദങ്ങൾ ചേരുവയും കോർവയുമുള്ള വിധത്തിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ നോക്കുവിൻ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. അം യഖൂലൂന ഇഫ്തറാഹു, അവരിതിനെ അദ്ദേഹം ചമച്ചുണ്ടാക്കിയതാണ് എന്നാണോ ആരോപിക്കുന്നത്? കൊല്ലെങ്കിൽ നബിയെ, പ്രവാചകരെ, അങ്ങ് പറയുക ഫഅ്തു ബി അശ്രി സുവരി മിസ്ലിഹി, ഇതുപോലെയുള്ള ഒരു 10 അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. മുഫ്തറയാത്തിൻ, കൃത്രിമമായി നിങ്ങളുടെ വക ചമച്ചുണ്ടാക്കിയ നിലയിൽ. വദ്ഉ, വദ്ഉ, നിങ്ങൾ വിളിക്കുവിൻ, മൻ ഇസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുന്നവരെ, മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ, ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയാണ്. അതിനുള്ള ചെറിയ ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു സ്വാലിഹായ അമലായി പടച്ച തമ്പുരാൻ രേഖപ്പെടുത്തട്ടെ. നമ്മുടെ പലരുടെയും രോഗങ്ങൾ, പലതരത്തിലുള്ള രോഗപീഠകൾ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ ഓരോരുത്തരും. അല്ലാഹ് ഞങ്ങളുടെ രോഗങ്ങളെ മുഴുവനും നീ ശിഫിയാക്കി തരുമാറാകട്ടെ. اللهم ربنا اذهب بالباس واشفي انت الشافي لا شفاء الا شفاؤك شفاء لا يغادر سقما. അള്ളാഹ് സാമ്പത്തികമായ പ്രതിസന്ധികളെ നീ പരിഹരിക്കുമാറാകണേ. അള്ളാഹ് ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും പട്ടിണി കൊണ്ടും വേദനകളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും പരീക്ഷിക്കല്ലേ രക്ഷിതാവേ. ഞങ്ങളുടെ കുട്ടികളെ എല്ലാവരെയും നീ സന്മാർഗികളായി, മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി, മുസ്ലിമീങ്ങളായി വളരുവാൻ സഹായിക്കുമാറാകണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.